മന്നലാംകുന്ന് സർവീസ് റോഡുമായി ബന്ധിക്കുന്ന AKG റോഡിലെ വെള്ളക്കെട്ട് ദുരിതത്തിന് 3 വർഷമായിട്ടും പരിഹാരമായില്ല. പരിഹാരം കാണാൻ കഴിയാതെ അധികൃതർ. മഴ കനത്തതോടെ 28 വീടാണ് വെള്ളത്തിലായത്. സർവീസ് റോഡിൽ നിന്നും വെള്ളം വരുന്നത് തടയാൻ നാട്ടുകാർ 6 ലക്ഷം രൂപ ചെലവിട്ട് AKG റോഡ് ഉയർത്തിയെങ്കിലും ഫലം കണ്ടില്ല. വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർവീസ് റോഡും കാനയും ഉയർത്തുമെന്ന് NH അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ആദ്യം കാന പണിയുന്നതിനു പകരം റോഡ് ഉയർത്തി ടാറിട്ടു. ഇപ്പോൾ പലയിടത്തും കാനയില്ല. സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ഇല്ലാതായപ്പോൾ AKG റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിർമ്മാണ കമ്പനി മന്നലാംകുന്ന് AKG റോഡിന്റെയും പരിസരത്തെ വീടുകളിലെയും വെള്ളക്കെട്ട് ഒരു മോട്ടോർ വെച്ച് കാനയിലെ വെള്ളം കനോലി കനാലിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. മുൻവർഷം 4 മോട്ടോർ രാപ്പകലില്ലാതെ പമ്പ് ചെയ്തിരുന്നിടത്താണ് പേരിനു മാത്രമുള്ള ഇടപെടൽ. കഴിഞ്ഞ ആഴ്ച AKG റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പ്രദേശവാസികൾ പണം സ്വരൂപിച്ച് ക്വാറി വേസ്റ്റ് അടിച്ച് ഉയർത്തിയിരുന്നു. എന്നാൽ റോഡരികിലെ വീടുകളുടെ സ്ലാബ് മതിൽ വിടവിലൂടെയും പൊട്ടിയ ഭാഗങ്ങളിലൂടെയും വെള്ളം പഴയ പോലെ AKG റോഡിലെത്തി. രായമരക്കാർ വീട്ടിൽ സുഹറയുടെ വീടിന്റെ അടുക്കളയിൽ പോലും വെള്ളക്കെട്ട് ഭീഷണിയാണ്. മലിനജലം കിണറ്റിലെത്തുന്നത് പ്രദേശത്ത് രോഗഭീഷണി ഉയർത്തുമെന്ന ആശങ്കയുമുണ്ട്. പല വീടുകളിലും വയോജനങ്ങളും രോഗികളും താമസിക്കുന്നതിനാൽ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലോ മദ്രസയിലോ പോകാനും കഴിയാത്ത അവസ്ഥയാണ്. ഒരു ദിവസം കുറച്ചു സമയം മഴ പെയ്താൽ ഇവർക്ക് വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല. വാഹനങ്ങളും വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. MLA ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമായി നാട്ടുകാർ NH അധികൃതരെ കണ്ടെങ്കിലും ഇവരും കൈമലർത്തുകയാണ്.